നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗോവിന്ദച്ചാമി എന്ന ചാർലി റോയി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ വീട്ടുപറമ്പിൽ നിന്നാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. പോലീസ് സംഘം വീട് വളഞ്ഞ് ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ഇതിനിടെ തളാപ്പിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. പോലീസ് വീട് വളഞ്ഞ് ഇയാളെ പിടികൂടിയപ്പോൾ ആക്രമിക്കുവാനായി നാട്ടുകാർ ചേർന്ന് ഗോവിന്ദച്ചാമിക്ക് നേരെ പാഞ്ഞെടുത്തു. ഇതോടെ ഇയാളെ പോലീസ് ജീപ്പിലേക്ക് മാറ്റുകയായിരുന്നു. ജീപ്പിനുള്ളിലും ഇയാൾ അടങ്ങാത്ത അവസ്ഥയിലായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് പോലീസ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. നഗരത്തിൽ ഓട്ടോ ഡ്രൈവറാണ് ആദ്യം ഗോവിന്ദച്ചാമിയെ തിരിച്ചറിഞ്ഞത്. ഇയാൾ നൽകിയ വിവരത്തെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ ഉടൻ കണ്ണൂർ ടൗൺ പോലീസ് സ്ഥലത്തെത്തി ആളൊഴിഞ്ഞ് വീട് വളഞ്ഞു. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ വീടിന്റെ പറമ്പിലെ കിണറ്റിൽ ഒളിച്ചിരുന്ന ഗോവിന്ദച്ചാമിയെ കണ്ടെത്തുകയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. പിടികൂടിയ ഗോവിന്ദച്ചാമിയെ അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളോടെയാണ് കണ്ണൂർ സെൻട്രൽ ട്രെയിനിംഗ് സെന്ററിലേക്ക് മാറ്റിയത്. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. സംഭവത്തിൽ ജയിൽ അധികൃതർക്ക് വീഴ്ച ഉണ്ടായെന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ സമ്മതിച്ചിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ചാമിയുടെ ജയിൽ ചാട്ടം സംബന്ധിച്ച് ഉന്നതതല അന്വേഷണമാണ് നടക്കുന്നത്. ജയിൽ ചാടുവാനായി മാസങ്ങൾ നീണ്ട ആസൂത്രണം നടത്തി. ഇയാൾ ചോറ് കഴിച്ചിരുന്നില്ല. ഡോക്ടറുടെ അടുത്ത് നിന്ന് എഴുതി വാങ്ങി ചപ്പാത്തി മാത്രം കഴിച്ചു. ശരീരഭാരം പകുതിയായി കുറച്ചു. ചുവരിനോട് ചേർന്നായിരുന്നു ഇയാൾ കിടന്നുറങ്ങിയത്. കനത്ത മഴയായതിനാൽ പുതച്ചുമുടിയായിരുന്നു കിടന്നത്. കൊതുക് വലയും ഉണ്ടായിരുന്നു. ഗോവിന്ദച്ചാമി കിടന്ന 10ാം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമില്ല. 1:10 ഒരു വാർഡർ വന്ന് ടോർച്ചടിച്ചു നോക്കിയപ്പോൾ പുതച്ചുമുടിയ നിലയിൽ രൂപമുണ്ടായിരുന്നു. സെല്ലിലെ 2 കമ്പികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു കടന്നത്. താഴത്തെ കമ്പികളാണ് മുറിച്ചത്. ജയിലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അവിടെ നിന്നും ഹാക്സോ ബ്ലേഡ് സംഘടിപ്പിച്ചു. ദിവസങ്ങളായി കുറച്ച് കമ്പികൾ മുറിക്കുവാനുള്ള ശ്രമം നടത്തി. ഉപ്പ് വെച്ച് കമ്പികൾ തുരുമ്പടിപ്പിച്ചതായും സംശയിച്ചു. 2 വലിയ ഡ്രമ്മുകൾ വെച്ച് ഫെൻസിംഗ് കമ്പിയിൽ തുണികൾ കെട്ടിയാണ് കയറിയത്. ശേഷം ഇതേ തുണി താഴേക്കിട്ട് പിടിച്ച് ഇറങ്ങുകയും ചെയ്തു. ഉണക്കാനിട്ടിരുന്ന തുണികളും ഗോവിന്ദച്ചാമി എടുത്തിരുന്നു. ജയിലിലെ വെള്ളവസ്ത്രം മാറ്റിയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ജയിലിലെ വരാന്തയിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സെല്ലുകളിൽ CCTV ഇല്ല. കഴിഞ്ഞ 2 വർഷത്തിലേറെ ഫെൻസിംഗിൽ വൈദ്യുതിയില്ല എന്ന് പുലർച്ചെ ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെക്കുറിച്ച് വിവരങ്ങൾ പൊതുജനങ്ങളിൽ ചിലർ ബന്ധപ്പെടുകയായിരുന്നു. ഇതിൽ 3ഓളം പേർ കൃത്യമായി വിവരം നൽകി. തളാപ്പിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദച്ചാമി. പിടികൂടിയ ശേഷം ഇയാളെ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പ്രതി ജയിൽ ചാടുവാനായി ജയിലിൽ നിന്നോ പുറത്തുനിന്നോ സഹായം ലഭിച്ചു എന്നതിലുൾപ്പെടെ അന്വേഷണം നടത്തും. സംഭവ സമയത്ത് ജയിലിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഗോവിന്ദച്ചാമി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിക്കവെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. ഇയാളുടെ വധശിക്ഷ നേരത്തെ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ജയിൽ ചാട്ടം അറിഞ്ഞത് 6:30 ശേഷമെന്നാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് പറഞ്ഞത്. വിവരം ഉടൻ പോലീസ് സേനയിൽ ആകെ കൈമാറിയെന്നും ഇയാളെ കണ്ടെത്താൻ നാട്ടുകാരുടെ ഇടപെടൽ സഹായിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്യമായ ദിശയിലായിരുന്നു തെരച്ചിൽ. ജയിൽ ചാടിയതിൽ ഗോവിന്ദച്ചാമിക്കെതിരെ കേസെടുക്കുമെന്നും ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. ഇയാളെ കണ്ടെത്തുവാൻ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ജാഗ്രത ഉണ്ടായി. കൃത്യമായ തെരച്ചിൽ വിജയം കണ്ടു. 3.5 മണിക്കൂർ കൊണ്ട് പ്രതി പിടികൂടി. പൊതുജനത്തിന്റെ ഭാഗത്തുനിന്ന് നിരവധി വിവരങ്ങൾ ലഭിച്ചു. തളാപ്പിലെ ഒഴിഞ്ഞ കെട്ടിടത്തിന്റെ കിണറ്റിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരമാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത്. മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കും. ജയിൽ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചയുടൻ തങ്ങൾക്ക് വിവരം കൈമാറിയെന്ന് കമ്മീഷണർ വിശദീകരിച്ചു. പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നാണ് അന്വേഷിക്കുമെന്നാണ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. പ്രതിയെ പിടികൂടിയ സമയത്ത് തന്നെ ഉപയോഗിച്ച ആയുധങ്ങൾ ലഭിച്ചു. വിഷയത്തിൽ സജീവമായി ജനം ഇടപെട്ടു. വിശ്വസനീയമായി വിവരം നൽകിയ 3 പേരുണ്ട്. സാമൂഹ്യ ജാഗ്രത ഉയർത്തിയ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും നന്ദിയെന്നും കമ്മീഷണർ പ്രതികരിച്ചു. ഇയാളെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. ചാമിയെ പിടികൂടിയതിന് പിന്നാലെ പ്രതികരണവുമായി കൊല്ലപ്പെട്ട യുവതിയുടെ അമ്മ രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെയൊരു കൊടും കുറ്റവാളിയെ പോലീസിന് വിട്ടുകൊടുക്കാതെ കൊല്ലാമായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അയാൾക്ക് ഏറ്റവും കടുത്ത ശിക്ഷയായ തൂക്കുകയർ തന്നെ നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്ത് പറയണമെന്നും എനിക്കറിയില്ല. അവനെ കൊല്ലാമായിരുന്നില്ലേ നാട്ടുകാരെ? പോലീസുകാർക്ക് അവനെ വിട്ടുകൊടുത്തത് എന്തിനാ? ഇങ്ങനെയുള്ളവരെ പോലീസിനും നിയമത്തിനും വിട്ടുകൊടുക്കരുത്. കൊടും ക്രിമിനലാണ് അവൻ. ഇത്രയും ചെയ്തിട്ട് അവൻ ജയിൽ ചാടി. ഇനിയെങ്കിലും അവന് തൂക്കുകയർ കൊടുക്കണം. നിയമത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകണം. തൂക്കുകയർ തന്നെ വേണമെന്ന് യുവതിയുടെ അമ്മ പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ ഗോവിന്ദച്ചാമിയെ പിടിക്കുവാൻ കഴിയുമായിരുന്നില്ലെന്നാണ് വർഷങ്ങൾക്ക് മുൻപ് ഗോവിന്ദച്ചാമിയെ പിടിച്ച പോലീസ് സംഘത്തലവൻ മുൻ SP AC തോമസ് പ്രതികരിച്ചത്. അതിന് കാരണവുമുണ്ട്. കോയമ്പത്തൂർക്ക് കടന്നിരുന്നുവെങ്കിൽ ഗോവിന്ദച്ചാമിയെ പിടിക്കുവാൻ കഴിയുമായിരുന്നില്ല. അന്നും കോയമ്പത്തൂർക്ക് പോകുവാൻ ശ്രമിക്കുമ്പോഴാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിച്ചത്. ഗോവിന്ദച്ചാമി ഒറ്റയ്ക്കല്ല ജയിൽ ചാടിയിട്ടുള്ളത്. അതിന് അയാൾക്ക് കഴിയില്ല. ഇയാളുടെ പിന്നിൽ കള്ളന്മാരുടെ മാഫിയാണുള്ളത്. അടുത്തിടെ അവർ നീക്കം നടത്തുന്നതായി തോന്നിയിരുന്നുവെന്ന് AC തോമസ് പറഞ്ഞു. 2010 റെയിൽവേ SP ആയിരുന്ന AC തോമസും സംഘവും കുറ്റകൃത്യം കഴിഞ്ഞ് 22 മണിക്കൂറിനുള്ളിൽ ഗോവിന്ദച്ചാമിയെ പിടിക്കുകയായിരുന്നു. പെൺകുട്ടിയെ ആക്രമിച്ച കുറ്റകൃത്യത്തിന് ശേഷം വടക്കാഞ്ചേരി നിന്ന് തൃശൂർക്ക് ബസ് കയറിയ ഗോവിന്ദച്ചാമി ട്രെയിൻ വഴി പാലക്കാട് എത്തിയിരിക്കണം.
കൈയില്ലാത്ത ഒരാൾ റെയിൽവേയിലെ മോഷ്ടാവാണ്. ഇത്രയും മാത്രമാണ് വിവരം. ഏത് കൈയാണെന്ന് പോലും വ്യക്തമല്ല. സേലം സ്വദേശിയാണെന്ന് സൂചന ഉള്ളതിനാൽ ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു. മംഗലാപുരം മുതൽ എറണാകുളം വരെയും പിന്നീട് കോയമ്പത്തൂർ വരെയും ട്രെയിനുകളും സമീപ പ്രദേശങ്ങളും അരിച്ചുപറക്കി. കൈകൾ നഷ്ടപ്പെട്ട ഏകദേശം 200-ലേറെ പേരെ സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തു. രക്ഷയില്ല. പിന്നീട് റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകളിനോട് ചേർന്നുള്ള ഇത്തരക്കാർ താമസിക്കുന്ന ലോഡ്ജുകൾ എന്നിവ പരിശോധിച്ചു. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം മതിലിൽ ചാടി നിൽക്കുകയായിരുന്നു ഗോവിന്ദച്ചാമി. പിടിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പാവമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് വിശദ പരിശോധനയിൽ സ്ഥിരീകരിച്ചു. കോയമ്പത്തൂർക്ക് പോകുവാൻ നിൽക്കുകയാണെന്ന് പിന്നീട് മനസ്സിലായി. അവിടെ എത്തി പിടിക്കുക എളുപ്പമല്ല. ഒരു കാര്യം പറയാം, ഒരു കൈ മാത്രമേ ഉള്ളൂവെങ്കിലും നല്ല ആരോഗ്യവാനാണ് ഗോവിന്ദച്ചാമി എന്ന് AC തോമസ് പറഞ്ഞു. ജാമിയെ പിടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച് സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരുന്നു. വളരെ ശ്രമകരമായിരുന്നു ഇയാളെ പിടികൂടുക എന്നുള്ളത്. അവനെ ആരോ കാരണം നോക്കി അടിക്കുന്നുണ്ട്. അയാൾക്ക് കേരളക്കരയുടെ നന്ദി എന്നായിരുന്നു ഒരാൾ കുറിച്ചത്. ആ കിണർ പതുക്കെ മണ്ണിട്ട് മൂടിയാൽ മതിയായിരുന്നു. ഞങ്ങൾ പെൺകുട്ടികൾ രക്ഷപ്പെട്ടു. ഞങ്ങളിൽ ആരാണ് ഇരയാകുന്നത് എന്നറിയില്ലല്ലോ. പിടിക്കുവാൻ പിടിച്ച എല്ലാവർക്കും, എല്ലാ പെൺകുട്ടികളുടെയും പേരിൽ നന്ദി, ഒത്തിരി നന്ദി. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയം, ആരോഗ്യ വകുപ്പ് പൂർണ്ണ പരാജയം, വിദ്യാഭ്യാസ മേഖല പൂർണ്ണ പരാജയം, ഉന്നത വിദ്യാഭ്യാസ മേഖല അതിലും വലിയ പരാജയം. പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ ഇനിയും വിജയന്റെ ജീവിതം ബാക്കി. അവനെ പിടിച്ച് പോലീസുകാർക്കും അയാളെ തിരിച്ചറിഞ്ഞ സഹോദരങ്ങൾക്കും അഭിനന്ദനങ്ങൾ. ഇത്രയും മുൻവിധിയുള്ള സ്ഥിതിക്ക് എന്തിനാണ് ഇവനെ പോലുള്ള കൊടും ക്രിമിനലുകൾക്ക് നിയമവും ചെലവും കൊടുക്കുന്നത്? സംരക്ഷിക്കുന്നു. ഇനിയും ഇതുപോലുള്ള കുറെ അമ്മമാർക്ക് തോരാ കണ്ണീർ കൊടുക്കുവാനോ എന്ന ചോദ്യം ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.